അകമ്പുറത്തിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മദനി കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മദനി തീവ്രവാദിയാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇതിനകം നമ്മൾ ഒരുപാട് നടത്തിക്കഴിഞ്ഞതാണ്. മദനിക്ക് ചികിത്സ കിട്ടി, ഒരുപക്ഷെ ജാമ്യവും കിട്ടിയേക്കാം. പക്ഷേ 10 വർഷം ജയിലിൽ കിടത്തിയതിനു ശേഷം നിരപരാധിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പുറത്തുവിട്ട ഒരാളെ വീണ്ടും 3 വർഷമായി ജയിലിൽ കിടത്തുമ്പോൾ ആ കേസിന്റെ അകക്കാഴ്ചകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങൾ, വസ്തുതകൾ, ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം മുൻ മന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയും ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വാഗതം ഇരുവർക്കും. ഒരു റിപ്പോർട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ആരായിരുന്നു കേരളത്തിന് മദനി? 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ മുസ്ലിം സമുദായം സുജൂദ് ചെയ്തിരുന്ന 4.5 നൂറ്റാണ്ട് കാലം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം 90കളുടെ തുടക്കം മുതൽ കേരളത്തിലെമ്പാടും മുഴങ്ങിയ ശബ്ദം ആഗോള ഹിന്ദു രാഷ്ട്രീയ സ്വയംസേവക് സംഘിലേക്കെന്ന പോലെ മലയാളി മുസ്ലിം ഇസ്ലാമിക് സേവാ സംഘ് എന്ന അപ്പോൾ മുളച്ച സംഘടനാ രൂപത്തിലേക്ക് വളരെ വേഗം ആകൃഷ്ടരായി. 92-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. രാജ്യം ഭരിച്ച കോൺഗ്രസിനെ തള്ളിപ്പറയാതെ UDF ചേരിയിൽ ഉറച്ചുനിന്ന മുസ്ലിം ലീഗ് ആശയപരമായി നെടുകെ പിളർന്നപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ മദനി എന്ന തീവ്ര നിലപാടിലേക്ക് പറ്റം പറ്റമായി ഒഴുകി നീങ്ങി. രാജ്യം കലാപത്തിലേക്ക് നീങ്ങിയ നാളുകളിൽ നിരോധിക്കപ്പെട്ട പല മുസ്ലിം സംഘടനകളിൽ ഒന്ന് ISS ആയിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ മദനിയെ വധിക്കാൻ ശ്രമം നടന്നു. വലത്തേക്കാൽ മുറിച്ചുമാറ്റി മദനി ആക്രമണത്തെ അതിജീവിച്ചു. പേരിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് കളഞ്ഞ പുതിയ പാർട്ടി PDP ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെയാകെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് 58 പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയിൽ മദനി പ്രതി ചേർക്കപ്പെടുന്നത്. വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞ മദനിയെ എല്ലാ കേസുകളിലും നിരപരാധിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് 10 വർഷങ്ങൾക്ക് ശേഷം കോടതി വെറുതെ വിട്ടു. കേരള രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹത്തെ ഒരാൾ കൊല്ലപ്പെട്ട 2010-ലെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ 3 വർഷത്തിനു ശേഷം വീണ്ടും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോ ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ പോലീസും അവിടുത്തെ ഭരണകൂടങ്ങളും കൂടി എന്നെ ജീവൻ നശിപ്പിക്കാതിരുന്നാൽ തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരും. മദനിക്ക് മാത്രം ജാമ്യം കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ്? നമ്മളുടെ CRPC വ്യവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് മൂവ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഇവിടെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമം അനുവദനീയമായി ഏത് പൊസിഷൻ വരെ പോകാനും ഗവൺമെന്റിന് ഒരു മടിയുമില്ല. അബ്ദുൽ നാസർ മദനിയോട് പൂർണ്ണമായി നീതി പുലർത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായ പ്രകടനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോ ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ശ്രീ അബ്ദുൽ നാസർ മദനിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ, കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് തമിഴ്നാട് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടതിലുള്ള സംഘപരിവാറിൻ്റെ ഒരു പ്രതികാരമാണ് BJP ഗവൺമെൻറ്റുള്ള കർണാടകയിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബോധപൂർവം ഈ കേസിൽ കുടുക്കി കേരളത്തിലെ ഗവൺമെന്റ് പിടിച്ചുകൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അതാണ് പ്രശ്നം. ഇത് ഒരു കുടുക്കാണെന്ന് അറിയുമ്പോഴും ഇതൊരു ഗൂഢാലോചനയാണെന്ന് അറിയുമ്പോഴും ഈ 2 സമയത്തും ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിന് പിടിച്ചുകൊടുക്കുന്നതിൽ പങ്കാളി ആവേണ്ടി വന്നു. ഒരു സംസ്ഥാന ഗവൺമെന്റ് കെട്ടിച്ചമച്ചതോ അല്ലാത്തതോ ആയ തെളിവുകളെ ആസ്പദമാക്കി ഒരു വ്യക്തിക്കെതിരായിട്ട് സമൻസ്, അതിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം, ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം, അതിന്റെ രേഖകൾ ആവശ്യപ്പെടാം എന്നുള്ളതിനപ്പുറം മറ്റൊരു സംസ്ഥാന ഗവൺമെന്റ് ഏത് സംസ്ഥാനത്ത് നിന്നാണോ ഒരാളെ പ്രതി ചേർത്തിട്ട് പിടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ആ സംസ്ഥാന ഗവൺമെന്റ് നിസ്സഹായമാണ് എന്നുള്ള നിയമവശം നമുക്കെല്ലാം അറിയാം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ യോജിപ്പിലാണ്. പക്ഷേ അനുഭവിക്കുന്നത് മദനിയാണ്. മദനിയുടെ മക്കൾക്ക് വാപ്പിച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? വർഷം കോയമ്പത്തൂർ ജയിലിൽ കിടത്തിയതിനു ശേഷം
നിരപരാധിയെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും വീട്ടിലെത്തി 3 വർഷത്തിനകം വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീടിപ്പോൾ 2.5 വർഷമായി ബാംഗ്ലൂർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് ഈ കുട്ടികളുടെ അച്ഛനാണ്. +1 പഠിക്കുന്ന ഉമർ മുക്താറും 10ാം ക്ലാസ്സിലെത്തിയ സലാഹുദ്ദീൻ അയ്യൂബിയും മദനിയുടെ മക്കളായതുകൊണ്ട് മാത്രം പല സ്കൂളുകൾ മാറേണ്ടി വരികയും പലയിടത്ത് താമസിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇവർക്ക്. ഇതുവരെ ബാപ്പിച്ചിയോടൊപ്പം ജീവിച്ചിട്ടില്ല അയ്യൂബി. ഉമറിന് 4 വയസ്സെത്തും മുൻപുള്ള തെളിച്ചമില്ലാത്ത ഓർമ്മയാണ് പിതാവ്. ഞങ്ങളുടെ കൂടെ വന്നവരാരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു കണ്ണിന് ഇപ്പം 20%, ഒരു കണ്ണ് പൂർണ്ണമായി പോയി, ഒരു കണ്ണിന് 20%. ഈ കാല് പോയപ്പോഴും പണ്ട് ഒറ്റയ്ക്ക് നടക്കുകയും പിടിക്കാനും സഹായമില്ലാതെ ചെയ്തു. പിന്നീട് ജയിലിൽ നിന്ന് വന്നപ്പോഴും ഒരാളുടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വല്ലാതെ അങ്ങ് തളർന്നു പോയൊരവസ്ഥയാണ്. നമുക്ക് മാത്രം ജാമ്യം നൽകുന്നില്ല, മഹദനിക്ക് ജാമ്യമില്ല. മറ്റാൾ എല്ലാവർക്കും ജാമ്യം, ഏത് പ്രതിക്കും ഈ വിചാരണ തടവുകാർക്കൊക്കെ ജാമ്യം നൽകുന്നുണ്ട്. മഹദനിക്ക് മാത്രം കോടതി ജാമ്യം നൽകുന്നില്ല. ഈ ഇറ്റാലിയൻ കുറ്റവാളികൾക്കും ജാമ്യം നൽകി. നമുക്ക് എന്ത് പറയാൻ കഴിയും? അത് തീരുമാനം കോടതിയുടെ വകയല്ലേ. 2 കോടതിയല്ലേ. ഇവിടെ ഒരു ഹൈക്കോടതി എടുത്ത നിഗമനങ്ങൾ, തീരുമാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ഒബ്സർവേഷൻസ് ആണ്. കർണാടകത്തിൽ കർണാടക ഹൈക്കോടതിയാണ്, അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അവരുടെ മുമ്പിലെത്തുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് 2 സാഹചര്യങ്ങൾ 2. ഇത്ര ലളിതമാണോ ഈ പ്രശ്നം? ഈ വിഷയത്തിൽ സാങ്കേതികമായി എൻ്റെ സുഹൃത്ത് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത് ശരിയാണ്. ഇക്കാര്യത്തിൽ കോടതികൾക്കാണ് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്ത സമീപനത്തിനകത്ത് വലിയൊരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോടതികളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളിന്റെ മേലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തെളിവുകളില്ലെങ്കിൽ പോലും അതങ്ങ് വിശ്വസിക്കുന്നതിന് ഉള്ള ഒരു അന്തരീക്ഷം ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? എനിക്ക് ഈ CMA പറഞ്ഞതിനോട് അങ്ങനെ യോജിപ്പില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലം എവിടെ? ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന, എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾക്കൊള്ളുന്ന, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഉന്നത സ്ഥാനത്തെത്താൻ കഴിയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയൊരു ഒറ്റപ്പെടുത്തലിന് വേണ്ടി സമൂഹത്തെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മദനിയുടെ ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അകംപുറത്തിൽ ഒരു അതിഥിയെ ആവശ്യമായി വരികയാണ്. ക്ഷണിക്കുകയാണ് ശ്രീ മുഹമ്മദ് റജീബിനെ. ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് നിരവധി രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഈ ഇരിക്കുന്ന ഫയൽ എന്നെ അവിടെ പ്രോസിക്യൂഷൻ കഴിഞ്ഞ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നൽകിയ പെറ്റീഷന് കൗണ്ടർ അഫിഡവിറ്റായിട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളാണ്. കർണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജിയിൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് അന്ന് കൊണ്ടുപോയത് 27/8/2010 ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അളവ് 0.3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായി ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു റിവ്യൂ ആഫ്റ്റർ 2 months ഫോർ ഇവാലുവേഷൻ ഓഫ് റെറ്റിന എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി. പിന്നീട് കൊണ്ടുപോകുന്നത് 8/3/2011 അദ്ദേഹത്തിന് വീണ്ടും കൊണ്ടുപോകുന്നത്. അന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അളവ് വളരെയധികം കൂടി ഏതാണ്ട് 12.3 എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഏതാണ്ട് ഒരു കണ്ണിൻ്റെ പൂർണ്ണമായിട്ടും മറ്റൊരു കണ്ണിൻ്റെ 80% നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഒരു രേഖയാണ്. ഇങ്ങനെ ഒരുപാട് രേഖകൾ ഞങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റജീബ് ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. അറ്റ്ലസ് റഷ് ഫോർ യു ടു തിരുവനന്തപുരം കൊച്ചി ഷോറൂമുകളിൽ CRPC അനുസരിച്ചും IPC അനുസരിച്ചും ഉള്ള ട്രയലാണ് നടക്കുന്നത്. പക്ഷേ ഇതേ CRPCയും IPCയും അനുസരിച്ച് ജയിലിൽ ചികിത്സ കിട്ടേണ്ടതാണ്. ന്യായമായി കിട്ടേണ്ട ആ ചികിത്സ കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൊടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് പോലും മായം ചേർത്തുന്നാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കൊടുത്ത മെഡിക്കൽ നമുക്ക് നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ ഒരു ആസ്പെക്ട് അത് ആലോചിച്ചിട്ടില്ലല്ലോ.
ആ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല ചികിത്സ കിട്ടിയേ മതിയാകൂ എന്ന് കർക്കശമായ ഒരു നിലപാട് നമ്മളെടുത്തു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ചികിത്സയും ബാക്കിയുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി കർണാടക ഗവൺമെന്റ് തീരുമാനമെടുത്തത്. ഇത് ജയിലിലേക്ക് എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. ഈ ജയിലിലേക്ക് എങ്ങനെ എത്തി എന്നതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ബാംഗ്ലൂരിലേക്ക് പോയ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ചെയ്തത് 100% എൻ്റെ ജോലിയാണ്. ഞാനൊരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ പിന്നെ 2 പേരെ ഇന്റർവ്യൂ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. തെഹൽക്കയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു കെ ഷാഹിന. ഷാഹിനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ സർക്കാരിനോട് അനുമതി ചോദിച്ച് മറുപടിയും കാത്തിരിക്കുകയാണ് കർണാടക പോലീസ്. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ മദനിക്കെതിരെ മൊഴി നൽകിയ പ്രധാന സാക്ഷികളെ മദനിക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഷാഹിനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് മാത്രം മാസത്തിൽ 2 തവണ ബാംഗ്ലൂരിൽ പോയി ഒപ്പുവെക്കേണ്ടി വന്നുവെങ്കിലും ഷാഹിന ജയിലിന് പുറത്തു തുടരുന്നു. ആദ്യം ഞാൻ കണ്ടത് കെ യോഗാനന്ദ എന്ന സാക്ഷിയെയാണ്. യോഗാനന്ദ ഒരു RSS പ്രവർത്തകനാണ്, മുൻ പ്രവർത്തകനാണെന്ന് പറയാം. ഇപ്പോൾ അദ്ദേഹം വളരെ സജീവമല്ല, കൃഷി കാര്യങ്ങളുമൊക്കെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തോട് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ മദനിയെ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു. പിന്നെ ഈ അയാളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നൊണ്ടിയ ഒരാള് വന്നിട്ടുണ്ട് എന്നൊരു റൂമറുണ്ട് ഇവിടെ. കാലില്ലാത്ത ഒരാള് വന്ന് അവിടെ വിളിച്ചു, അത് കണ്ട ആൾക്കാരുണ്ട്. പക്ഷെ അയാളാണ് കൃത്യമായിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ വന്ന് കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ മദനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളതിലൊരു വീട്ടിലൊക്കെ? ഞാൻ മദനയുടെ കേസിൽ വിറ്റ്നസ് അല്ല, നസീറിന്റെ കേസിൽ വിറ്റ്നസ് ആണ്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ തടീന്റെ അവിടെ നസീറിനെ കണ്ടിട്ടുണ്ട് എന്ന സാക്ഷിമൊഴിയുടെ കൂടെ പോലീസ് ഇത് എഴുതി ചേർത്തതായിരിക്കാം. അക്കാര്യം യോഗാനന്ദയോട് പോലീസ് പറയുക പോലും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ പേരിൽ കേസെടുക്കുന്നത്. കേസ് ഞാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് മദനിക്ക് അനുകൂലമായി സംസാരിപ്പിച്ചു എന്നാണ് കേസ്. ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന് അവർ കാരണമായി പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള അനുമതിക്കായി അവർ സർക്കാരിന് എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് സർക്കാരിന്റെ മറുപടി കിട്ടിയാൽ ഉടൻ അവർ ചാർജ് ഷീറ്റ് കൊടുക്കും. അതാണ് അവസ്ഥ. കേരളത്തിലെ പ്രമുഖയായ ഒരു മാധ്യമ പ്രവർത്തക, അവർ രാജ്യദ്രോഹിയാവാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ബാക്കി. ഷാഹിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഷാഹിന തെഹൽക്കയിൽ പോകുന്നതിന് മുമ്പും ഇവിടെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തയായ പത്രപ്രവർത്തകയായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. പക്ഷെ ഷാഹിന ജയിലിനകത്ത് പോയാൽ നമുക്കിങ്ങനെ പുറത്തിരുന്ന് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിയൂ. എനിക്കിതിൻ്റെ ഈ പറഞ്ഞ കേസുകളുടെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. കാരണം കർണാടകത്തിൽ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ടത് അതായതുകൊണ്ട് എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ഷാഹിന പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എന്താ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഈ ഘട്ടത്തിൽ ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ നേരിട്ട് തേടുകയാണ്. അകമ്പുറം ക്ഷണിക്കുകയാണ് മദനിയുടെ സഹോദരൻ ശ്രീ ജമാൽ മുഹമ്മദിനെ. മദനിയുടെ അനിയനാണ് ജമാൽ മുഹമ്മദ്, ഒരു സ്കൂൾ അധ്യാപകൻ. മദനിക്കെതിരെ ജമാൽ മൊഴി നൽകിയിട്ടുണ്ടെന്ന് കർണാടക പോലീസ് അവകാശപ്പെടുന്നു. ബാംഗ്ലൂർ സ്ഫോടനം കഴിഞ്ഞ് 1-ാം പ്രതി തടിയന്റെവിടെ നസീറിനെയും 18-ാം പ്രതി അയ്യൂബിനെയും മദനിയുടെ നിർദ്ദേശപ്രകാരം ജമാൽ അൻവാർശേരിയിലെ ഓർഫനേജിൽ പാർപ്പിച്ചുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. മദനിയുടെ സഹോദരനാണ് ജമാൽ മുഹമ്മദ്. കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം എന്നെ ബാംഗ്ലൂർ സ്ഫോടനത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ നാസർ മദനി എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ചില ആളുകൾ അവിടെ വരും, അവരെ അവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വന്നപ്പോൾ ഞാൻ താമസിപ്പിച്ചു. പിന്നെ പബ്ലിക് അവരെ വീക്ഷിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ സഹോദരനെ വിളിച്ചു.
ഈ വിഷയം പറഞ്ഞു, അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. ഒരു കെട്ടിച്ചമച്ച സാക്ഷി മൊഴി മാത്രമാണത്. എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല, ബാംഗ്ലൂരിൽ പോയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, എനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. ഇങ്ങനെ ഒരു സാക്ഷിമൊഴി കുറ്റപത്രം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. വളരെ നന്ദി ശ്രീ ജമാൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സാങ്കേതികമായി തന്നെ താങ്കൾ ഇപ്പോഴും മറുപടി പറയും, ഇത് കേരളത്തിലെ അന്വേഷണ ഏജൻസി അല്ല, ഇത് വേറൊരു സ്ഥലത്തെ അന്വേഷണ ഏജൻസിയാണ്, കേരളത്തിന് ഇതുമായി ബന്ധമില്ല, IPC, CRPC. അതല്ല, ഇതിനകത്ത് രണ്ടു വശമുണ്ട്. ഒന്ന്, അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ഞാൻ ആ വെളിപ്പെടുത്തലിൻ്റെ സാരാംശം എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാരാംശത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അതിനകത്ത് വേറൊരു രൂപത്തിലുള്ള റിലീഫുണ്ട്. അത് CRPC 173(8) അനുസരിച്ച് റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചോദിക്കാം. ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം അപ്പാടെ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി കള്ളമൊഴി രേഖപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാത്തൊരു മൊഴി ഇതിൻ്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ വരുന്നത് വീണ്ടും അത് കെട്ടി ചമച്ച ഒരു കേസായി വരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനത് അവിശ്വസിക്കുന്നുമില്ല. പക്ഷേ അതിന് നിയമപരമായ റിലീഫുണ്ട്. ആ നിയമപരമായ റിലീഫിലൂടെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാങ്കേതികത്വം എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത്. ഇല്ല, ഈ സമയത്ത് പ്രസക്തമാവുന്ന ചില വാക്കുകളുണ്ട്. അത് ഇതേ കേസിലെ തന്നെ പ്രമുഖനായ മറ്റൊരു സാക്ഷിയുടേതാണ്. ആകെ മദനി താമസിക്കുമ്പോൾ 2 പ്രാവശ്യം പോയുള്ളൂ. അപ്പോഴെല്ലാം ഫ്രണ്ടിൽ ഏത് പോലീസാണെന്ന് എനിക്കറിയത്തില്ല, കേരള പോലീസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ അനുവാദം കൂടാണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഒരു ആദ്യത്തെ പ്രാവശ്യം എന്നെ പുറത്ത് ഗേറ്റിനകത്ത് കയറ്റിയില്ല. എന്നിട്ട് മദനി വന്ന പോലീസുകാർ വീടിന്റെ ഓണറാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ച് പുറത്ത് അകത്ത് കയറ്റിയിരുത്താൻ പാടില്ലേ? 2008 മെയ് 12 ജയിൽ മോചിതനായ മദനി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചത് ജോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ആലുവ സൌത്ത് വാഴക്കുളംകാരനായ ജോസ് വീട്ടുവാടക വാങ്ങാൻ ചെന്നപ്പോൾ മദനിയും തടിയന്റെവിടെ നസീറും സർഫറാസ് നവാസും ചേർന്ന് ബാംഗ്ലൂർ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് കുറ്റപത്രത്തിൽ. തന്റെ നോൺ വൂവൻ ഫാബ്രിക് ഫാക്ടറിയിലിരുന്ന് മദനിയെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിച്ച കർണാടക പോലീസിന്റെ മുഖ്യസാക്ഷി ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ തടിയന്റെ വീട് നസീറും സർഫസ് നവാസ ആരാണ്ടൊക്കെ അവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അതിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നതാണ്. തടിയന്റെ വീട് നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ പുള്ളി ഒരു പേപ്പർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കമ്മീഷണർ എന്ന് പറയുന്ന ഓങ്കാർ അയ്യ. ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ്. ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ട് കിട്ടാണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള മാർഗം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അവർ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ ഞാൻ വാടക മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ തടിയന്റെ വീട് നസീറും സർഫസ് നഫാസും അതിനകത്തുണ്ടായിരുന്നു. മദനി പുറത്ത് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഞാൻ പുറത്തിരുന്നൊരു കേൾക്കാണ് ബാംഗ്ലൂർ സ്ഫോടനം, ബോംബ് എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പുറത്തിരുന്ന് കേൾക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ഫോടനം നടത്തിയത് ഇവരാണ്. പക്ഷെ ഭയപ്പെട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഞാനത് കേട്ടതാണ്, കണ്ടതാണ്. ഇതാണ് കന്നഡ ഭാഷയിൽ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിച്ചത്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു സാക്ഷി പറയാൻ ബാംഗ്ലൂർ വരെ പോവാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വിവരങ്ങൾ ബാംഗ്ലൂരിലെ വിചാരണ കോടതിയെ അറിയിക്കാത്തതെന്തെന്ന ചോദ്യത്തിന് ജോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിടൂല. പോലീസിനെഴുതി, പ്രത്യേകിച്ച് കർണാടക പോലീസിനെഴുതി ഞാൻ കേസ് കൊടുത്താൽ ഞാനിങ്ങനെ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നില്ല എന്നിരിക്കട്ടെ, നമ്മളറിയോ കാര്യം. അപ്പം നമ്മളറിയാൻ കാരണം അദ്ദേഹം പറഞ്ഞതാ. അദ്ദേഹം പറയേണ്ടിടത്തുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൂടി സഹായകരമാകുമായിരുന്നു. അത് അദ്ദേഹം ഒരു സാധാരണക്കാരൻ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെന്താ പോസിബിലിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം
100% ശരിയാണെന്ന് സാധൂകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ തകർക്കുന്ന ഒരു മനോഭാവമാണ്. ഒരു മതവിഭാഗത്തിൽ മുസ്ലിം അല്ല, എന്നിട്ടും ജോസ് പേടിക്കുന്നു. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ കാതലായ പ്രശ്നം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂട സംവിധാനം കുറ്റകൃത്യം ചെയ്യുകയാണ്. ഇതൊരു യഥാർത്ഥത്തിൽ ഇവിടെ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്ന കർണാടക ഗവൺമെന്റാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുക. ജയിലിൽ നിന്ന് പുറത്തു വന്ന അബ്ദുൽ നാസർ മദനി തന്റെ പഴയകാല പ്രസംഗ ശൈലിയെയും പ്രവർത്തന രീതിയെയും ഒക്കെ തള്ളി പറയുകയും ചെയ്യുന്നത് പിൽക്കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേ പ്രസംഗ ശൈലി ഇപ്പോഴും തുടരുന്ന ചില ആളുകളുണ്ട്. നമ്മൾ മറന്നിട്ടില്ലല്ലോ 2002 ഗുജറാത്ത്, ഇപ്പോഴും കരഞ്ഞു തീർന്നിട്ടില്ലല്ലോ. 10 വർഷത്തിനിപ്പുറം മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതി കളഞ്ഞു അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ. ഗോദ്രായിലെ തീവണ്ടി മുറികൾക്കുള്ളിലിട്ട് 10-60 കർസേവകരെ ചുട്ടുകൊന്നപ്പോ നോവാത്തവര്, ആ കർസേവകരുടെ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗുജറാത്തിലെ ഹിന്ദു, അവന്റെ ഉള്ളിലെ ആണത്വം ആർക്കും പണയം വെക്കാത്തത് കൊണ്ട്, അവര് നപുംസകങ്ങളല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അല്പം പ്രതികരിച്ചിട്ടുണ്ടാകാം. കാരണം ആർക്കാ ഈ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങുമ്പോ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക? ചിലപ്പോൾ അത് തെറ്റുമായിരിക്കാം, നിയമം കയ്യിലെടുത്തിട്ടുണ്ടാകാം. കാരണം ഇത്തരം സമയങ്ങളിൽ ഭരണഘടന നോക്കിയിട്ടല്ലോ ആരും പ്രതികരിക്കുക. ഇക്കാര്യത്തിലെങ്കിലും താങ്കൾ സാങ്കേതികത്വം വേടിയണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. താങ്കളും താങ്കളുടെ പോലീസും അറിയുന്നുണ്ടോ? അല്ല, ആദ്യാവസാനം ഒരു സാങ്കേതികത്വവാദിയാണ് ഞാനൊന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമവും ശരിയല്ല. അതും വെടിയണം. അപ്പോ ഇതിൽ വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ മാർഗം, 2 ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ തീരുമാനം. എന്തുകൊണ്ടാണ് ഈ കക്ഷികൾക്ക് പലതിനും ഇവിടെ വേര് പിടിക്കാൻ പറ്റാതെ പോയത്? അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാ? ഇതൊക്കെയാ കാരണം. അത് തന്നെയാ കാരണം. ജനങ്ങൾ അവരെ ഒഴിവാക്കുകയാണ്. ഇതും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് മാത്രം നടക്കുന്നതല്ല. എന്തുകൊണ്ട് ശക്തമായൊരു നടപടി ഇക്കാര്യത്തിൽ എടുക്കാൻ കാലാകാലങ്ങളായി മാറി മാറി വന്ന ജനാധിപത്യ സർക്കാരുകൾക്ക് കേരളത്തിൽ കഴിയുന്നില്ല? ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ നടന്നതെങ്കിലും അതിനെതിരായി ഉറച്ച നടപടി ഉണ്ടാകേണ്ടതാണ്. LDFന്റെ കാലത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പോരായ്മയാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 10 വർഷം പുള്ളിയുടെ ജീവിതം തമിഴ്നാട്ടിൽ കളഞ്ഞു. അതാര് ഗവൺമെന്റ് കൊടുക്കും? അല്ലെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കും? 10 കൊല്ലം പുള്ളിയുടെ മക്കൾക്കും പോയി, ഭാര്യയ്ക്കും പോയി, പുള്ളിക്കും പോയി. 10 കൊല്ലം കടന്നു വന്നു. ഇപ്പൊ തന്നെ കൊണ്ടായിട്ട് 3 കൊല്ലമായി. ഇനി എന്തൊന്നും അയാൾക്ക് ജീവിതമുള്ളത്? ഇനിയും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അയാൾ വെറുതെ വിട്ടാൽ അയാളുടെ ജീവിതം പോയില്ല. ആർക്കെങ്കിലും ജീവിതം കൊടുക്കാൻ പറ്റുമോ? വൈകി കിട്ടുന്ന നീതിക്ക് എന്ത് ഗുണമാണുള്ളത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നില്ലേ വളരെ നിസ്സഹായമാണ് കേരളത്തിലെ ഒരു സർക്കാർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എന്ന് തോന്നാൻ സാധ്യതയില്ലേ? നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഈ അവശേഷിക്കുന്ന എന്തെങ്കിലും ഭാഗമുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ചെയ്യണോ നമുക്ക് ആലോചിക്കാം. പക്ഷെ നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അത് സാങ്കേതികമല്ല, നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റണം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒപ്പം MA ബേബി. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തീർപ്പിലും എത്തുന്നില്ല. ഇതൊക്കെയാണ് വിവരങ്ങൾ, വസ്തുതകൾ. ഇനി നിങ്ങൾ തീരുമാനിക്കുക. അകമ്പുറം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. This program brought to you by Kalyan Silks, ലോകത്തിലെ ഏറ്റവും വലിയ സിൽക്ക് സാരി ഷോറൂം ഇപ്പോൾ തിരുവല്ലയിലും. In association with KLF കോക്കോനാട് വെളിച്ചെണ്ണ. കോക്കോനാട്, ഹെൽത്തി നാട്, ടേസ്റ്റി നാട്. Number 1.